പാലക്കാടിൽ നിന്ന് നേരെ വണ്ടിയെടുത്ത് കോയമ്പത്തൂർ വഴി തിരുപ്പൂരിന് വല്ലാത്തൊരു സോക്കേട് തന്നെ. ഇനിയിപ്പോ തിരുപ്പൂര് ചെന്ന് കഴിയുമ്പോൾ അറിയാം അവിടുന്ന് എന്തൊക്കെ പരിപാടി കാണുമെന്ന്. എന്തായാലും നേരെ വണ്ടി വിട്ടു. മിക്കവാറും തിരുപ്പൂര് മാർക്കറ്റ് എല്ലാം കയറി ഒന്ന് കറങ്ങിയിട്ട് വരാനായിരിക്കും ഇവന്മാരുടെ പ്ലാന്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം അവിടുന്ന് പിന്നെ എങ്ങോട്ട് പോകുമെന്ന്. റോഡാണെങ്കിലും ഒരു രക്ഷയുമില്ലായിരുന്നു. അടിപൊളി തന്നെ. വണ്ടിയുമായിട്ട് വിട്ട് നിൽക്കാമായിരുന്നു. അങ്ങനെ കോയമ്പത്തൂരെല്ലാം കഴിഞ്ഞ് തിരുപ്പൂർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വണ്ടി ഒരു ചാർജിങ് സ്റ്റേഷനിൽ കയറ്റിയേക്കാന്ന് വെച്ചു. ആ സമയം അവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങാമല്ലോ. എന്തായാലും ചാർജിങ് സ്റ്റേഷനിലോട്ട് വണ്ടി കയറ്റി. സൈലേ പാലക്കാട് പോകാൻ വന്നിട്ട് ഇപ്പൊ അവിടെ നിൽക്കുന്നേ? ഇല്ലറ സോക്കേടല്ല. നിനക്കൊക്കെ എന്നതിന്റെ സോക്കേടാണ്? ഡ്രൈവർ ഞാനല്ല, ഡ്രൈവർ ചാർജിങ് കിട്ട് കുറച്ചു നേരം അവിടെ കിടന്നുറങ്ങി. കണ്ണ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ചാർജ് ഫുൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. ഒരു ചായക്കട കണ്ടു. ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോഴത്തേക്കും സകിലാണെങ്കിൽ ഇതേ ഒരു സമൂസയും കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവനൊക്കെ എപ്പോ കടയിൽ കയറിയെന്ന് ആര് കണ്ടു? എന്തായാലും നല്ല അടിപൊളി സമൂസ ആയിരുന്നു. നല്ല ചൂട് സമൂസ, അതിന്റെ കൂടെ നല്ല കിടിലൻ ചായയും. അവിടെ നിന്ന് ചായയും സമൂസയും എല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിൽ കയറ്റി വണ്ടി ഇട്ടു. ഒരു ദിവസം ഫുള്ളായിട്ട് പാർക്കിംഗിൽ വണ്ടി ഇടുന്നതിന് 160 രൂപയാണ് പറഞ്ഞത്. നമ്മളിനി ഇവിടുന്ന് എപ്പോ ഇറങ്ങി പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ 160 രൂപ എടുത്ത് പാസ് എടുത്തു. പുള്ളിയുടെ വക ഒരു പാട്ടും കൂടെ. நல்ல தம்பி நானப்பா, நன்றி ஒன்றும் பாருப்பா, தாலாட்டு மண்ணுக்கு தமிழ்நாட்டு உயிரப்பா. ரஜினி ஃபேன் பிடிச்சிருக்கா? பிடிச்சிருந்தா எடுத்துக்கோ. ஃப்ரீயா தருவேன். பிரமாதமா தமிழ் பேசுவேன். பிடிச்சா எடுத்துக்கோ. எங்கிட்ட மோதாதே. അങ്ങനെ പാർക്കിംഗ് വണ്ടി ഇട്ടിട്ട് അവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന് വെച്ചു. കണ്ണു തുറന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു. കൂടെ ഉള്ളവന്മാരാണെങ്കിൽ ഫ്രഷപ്പിന് റൂമും തപ്പി പോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. வணக்கம் அண்ணே. நான் எங்க இருக்கேன்? நாம வந்து திருப்பூர் இருக்கறேண்ணே. திருப்பூர் തൊട്ടടുത്ത് തന്നെ ഫ്രഷപ്പിനായിട്ട് ഒരു റൂം എടുത്തു. നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്ന് ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. രാവിലത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. ഇറങ്ങി ചെന്നപ്പോ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. നേരെ കയറിയിരുന്നു. ഒരു സെറ്റ് പൂരി വാട പോടുന്നോട്ടെ. ഇത് കൈ ഇതിൽ പൊടിയുണ്ടോ? നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഉഴുന്നോടെ എത്തി. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വടയും ചമ്മന്തി മെയിൻ ആണല്ലോ. തൊട്ട് പുറകെ നെയ് റോസ്റ്റും. ഫുഡടി എല്ലാം കഴിച്ച് തീരാറായപ്പോഴത്തേക്കും എന്നാ പിന്നെ ഒരു ഓംലേറ്റോട് ആയിക്കോട്ടെ എന്ന് വെച്ചു. സംഭവം എത്തി. എന്തായാലും കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു രാവിലെ. ഫുഡടിയും കഴിഞ്ഞ് പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ബാഗ് എല്ലാം കൊണ്ട് വണ്ടി വെച്ചിട്ട് മാർക്കറ്റ് കറങ്ങാനുള്ള തീരുമാനത്തിലായി. നേരെ മാർക്കറ്റിലോട്ട് നടന്നു. ഈ നടപ്പുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും വെറുതെ ഒരു കൗതുകം, അല്ലാതെ പിന്നെ എന്താ പറയുക. നടന്നു ചെന്നപ്പോഴത്തേക്കും ദേ ഒരു ചേട്ടൻ കൂടെ കൂടി. പുള്ളി ഓർത്തു ഞങ്ങൾ എന്തോ തുണിയുടെ ബിസിനസ്സിന് വന്നതാന്ന്. ഏതും പോരാത്ത സകിലല്ലേ, അങ്ങനെ എന്നെ പറയുകയും ചെയ്തു. പുള്ളി പറഞ്ഞു ഫാക്ടറി ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. പുള്ളിയുടെ കൂടെ നടന്നോളാൻ പറഞ്ഞു. ആ പോക്കായി നടക്കുന്നത്. എങ്ങോട്ടാന്ന് പോലും അറിയാതെ നടപ്പാ. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹി ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറ്റി. മോളിൽ ചെന്നപ്പോൾ തുണിയുടെ ഒരു ഫാക്ടറി. എന്തായാലും കയറിയതല്ലേ, തുണിയെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാന്ന് ഓർത്ത് ഫാക്ടറി മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം മിക്കവാറും ഫുള്ള് ചർച്ച എന്നത് തുണി ബിസിനസ് തന്നെയായിരിക്കും. ഞാൻ എന്റെ പാർട്ട്ണർമാരെയൊക്കെ സെലക്ട് ചെയ്തത് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയാ. മീഷോ, ആമസോണ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ഇൻസ്റ്റഗ്രാം, അതിനുവേണ്ടി ഇവൻ നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന വീഡിയോ എടുക്കാൻ ഇവൻ, ഇങ്ങനെ പിടിച്ചു നോക്കി കണ്ടു നോക്കാൻ ഇവൻ, പിന്നെ ഇതിനെ കാശിറക്കണ്ടേ അതിന് ഇവൻ, നിങ്ങളെയൊക്കെ നയിക്കാൻ ഞാൻ. കുറെ നടന്ന് ക്ഷീണിച്ചതല്ലേ, ഇനിയിപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടാകാം ബാക്കി പരിപാടി എന്ന് പറഞ്ഞു. പിന്നെ നേരെ കരിമ്പിൻ ജ്യൂസ് പറഞ്ഞു. അങ്ങനെ കരിമ്പിൻ ജ്യൂസും കുടിച്ച് നിന്നപ്പോഴാണ് നേരെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു വെയിറ്റിംഗ് ഷെഡ് കണ്ടത്. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ കയറി ഇരിക്കാന്ന് വെച്ചു. ഓലയെ മേഞ്ഞൊരു വെയിറ്റിംഗ് ഷെഡ്. എന്തായാലും നല്ല തണുപ്പ് അതിൻ്റെ അകത്ത്. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കിയപ്പം ഒരു കടയിൽ ജിഗർദണ്ഡ കണ്ടു. എന്നാ പിന്നെ അതായിക്കോട്ടെ എന്ന് വെച്ചു. നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി. പല കടയിൽ നിന്ന് ഞാൻ ജിഗർദണ്ഡ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ ഒടുക്കത്തെ വിലയും. ഞാൻ പറഞ്ഞിട്ടാണ് ഇവന്മാരും ഇത് കഴിക്കുന്നത്. എന്തായാലും അതിനുള്ള തെറി എനിക്കിട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി കിടക്കുന്നിടത്തോട്ടെത്തി. വണ്ടിക്കകത്ത് കയറി. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു അടുത്ത പ്ലാൻ എന്താന്ന്. അങ്ങനെ ഓരോന്ന് ആലോചിക്കാന്ന് പറഞ്ഞ് വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. കുറച്ച് ദൂരം നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇച്ചാപ്പൻ ഊട്ടി എന്നൊരു ബോർഡ് കണ്ടത്. കുറച്ച് ദൂരമേ ഉള്ളടാന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഊട്ടിയുടെ ഒരു ബോർഡ് കണ്ടു. വെറും 96 കിലോമീറ്റർ. എങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നെ എന്നാ നോക്കാനാ, ഇവിടം വരെ എത്തിയില്ലേ, ഇനി എന്നാ ഊട്ടിക്ക് പോയേക്കാന്ന് ഓർത്ത് വണ്ടി എടുത്തു.